ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. ഓരോന്നായിട്ട് നോക്കാം. ജേണൽ എന്താണ്? ജേണൽ മീൻസ് ഡെയിലി റെക്കോർഡ്സ്. ഇറ്റ് ഈസ് ദ ഡെയിലി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. അത് ഡെയിലി ഒരു ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ്, അത് പർച്ചേസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, സാലറി കൊടുക്കുന്നുണ്ടാവും, റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും, അങ്ങനെ ഓരോ ദിവസത്തെ അന്നന്ന് ദിവസത്തെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. ഇത് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ വൈസ്, ഇപ്പോൾ ഡേറ്റ് വൈസ്, ഇപ്പോൾ 1-ാം തീയതി തൊട്ട് 1-ാം തീയതി കഴിഞ്ഞാൽ 2-ാം തീയതി എഴുതുക, അങ്ങനെ ഏതാണ് ട്രാൻസാക്ഷൻ ആദ്യം നടന്നത് അതനുസരിച്ചിട്ട് എഴുതുക. ഇനി ഇതിലെ ഇമ്പോർട്ടൻസ് ടേംസ് ഏതൊക്കെയാണ്? ജേർണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ ഈസ് നോൺ ആസ് ജേർണലൈസിങ്. ഒരു ട്രാൻസാക്ഷൻ ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ജേർണലൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ജേർണൽ എൻട്രി. ദ റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ഇൻ എ ജേർണൽ ഈസ് നോൺ ആസ് ജേർണൽ എൻട്രി. ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനെയും, ഓരോ ട്രാൻസാക്ഷനെയും പറയുന്ന പേരാണ് ജേർണൽ എൻട്രി. വൺ ഈസ് ഡെബിറ്റ് എൻട്രി ആൻഡ് അതർ ഈസ് ക്രെഡിറ്റ് എൻട്രി. ദ ജേർണൽ കൺസിസ്റ്റ് ഓഫ് ഡെബിറ്റ് എൻട്രി ആൻഡ് ക്രെഡിറ്റ് എൻട്രി. അതായത് എവരി ട്രാൻസാക്ഷനിലും ഒരു ഡെബിറ്റും ഉണ്ടാവും, ക്രെഡിറ്റും ഉണ്ടാവും. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകുന്നുണ്ടാവും, സാധനങ്ങൾ വരുന്നുണ്ടാവും. നെക്സ്റ്റ് വൺ, നറേഷൻ. നറേഷൻ എന്താണ്? നറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. എന്തിനെ കുറിച്ചിട്ടാണ്? അത് പർച്ചേസ് ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സ് സോൾഡ്, എന്താണോ, എന്ത് ട്രാൻസാക്ഷനാണോ നടന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ലൈനിനെയാണ് നറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലെഡ്ജർ. ഇൻ ദ ജേർണൽ ഓൾ ദ ട്രാൻസാക്ഷൻ റെക്കോർഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് ടേക്ക് പ്ലേസ്. ജേർണൽ നമ്പർ എന്താണ്? ഏതൊക്കെ ട്രാൻസാക്ഷൻസ് അതത് സമയം സംഭവിക്കുമ്പോൾ അത് എഴുതുന്നു. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഓൾ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ ഐറ്റം. ടു നോ ദിസ് ഓൾ ട്രാൻസാക്ഷൻ ഓഫ് സിമിലർ നേച്ചർ ഷുഡ് ബി ബ്രോട്ട് ടുഗദർ ഇൻ വൺ പ്ലേസ്. ദ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് നേച്ചർ. അതായത് ജേർണലിൽ നമ്മൾ എന്താണ്, എല്ലാ ട്രാൻസാക്ഷനും എഴുതും. പർച്ചേസ് ചെയ്യുന്നതും സെയിൽസ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും എല്ലാം ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എഴുതും ജേർണലിൽ. ലെഡ്ജർ ആണെങ്കിൽ ഓരോ സെപ്പറേറ്റ് ഹെഡിൽ, അതായത് പർച്ചേസ് ആണെങ്കിൽ നമുക്കത് നോക്കി അറിയാം എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ആണെങ്കിൽ എത്രത്തോളം സെയിൽസ് ചെയ്തിട്ടുണ്ട്, റെൻറ്റ് എത്ര കൊടുത്തിട്ടുണ്ട്, സാലറി എത്ര കൊടുത്തിട്ടുണ്ട്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന ആ രീതിയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജേർണൽ ആണെങ്കിൽ ദ ബുക്ക് ഓഫ് ഫസ്റ്റ് ഓർ പ്രൈം എൻട്രി. ലെഡ്ജർ ആണെങ്കിൽ ഫൈനൽ ഓർ സെക്കൻഡറി എൻട്രി. അതായത് ജേർണൽ എഴുതിയതിന് ശേഷമാണ് നമ്മൾ ലെഡ്ജർ എഴുതുന്നത്. ജേർണലിൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതുന്നത്, ഓർഡർ വൈസ്. ഇതാണ് ഈ അനലിറ്റിക്കൽ റെക്കോർഡ്. പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈസ് ജേർണലൈസിങ്. പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈസ് പോസ്റ്റിംഗ്. ജേർണൽ ഈസ് എ സബ്സിഡിയറി ബുക്ക്. ലെഡ്ജർ ഈസ് പ്രിൻസിപ്പൽ ഓർ മെയിൻ ബുക്ക്. ഫൈനൽ അക്കൗണ്ട് cannot be prepared. ഫൈനൽ അക്കൗണ്ട് ക്യാൻ ബി പ്രിപ്പയർഡ്. അത് ഫൈനൽ അക്കൗണ്ട് ജേർണൽ മാത്രം കൊണ്ട് ഫൈനൽ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ലെഡ്ജറിൽ സാധിക്കും. നറേഷൻ ഈസ് റിട്ടേൺ ആഫ്റ്റർ എവറി എൻട്രി. നോ നറേഷൻ ഈസ് ഗിവൺ. ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത് സബ്സിഡിയറി ബുക്ക്. റെക്കോർഡിംഗ് ഓൾ ട്രാൻസാക്ഷൻ ഓഫ് സിമിലർ നേച്ചർ. അത് സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നു. ദ സബ് ഡിവിഷൻ ഓഫ് ജേർണൽ ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് സിമിലർ നേച്ചർ ആസ് നോൺ ആസ് സബ്സിഡിയറി ബുക്ക്. അതായത് ജേർണലിൻ്റെ ഒരു സബ് ഡിവിഷനാണ്. അതായത് ഇപ്പോൾ ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്ക് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക. പർച്ചേസ് ബുക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ്, അങ്ങനെ റെക്കോർഡ് ചെയ്യുക. അതിനെയാണ് ആ ജേർണലിൻ്റെ ഒരു സബ് ബുക്കിനെയാണ് സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ നേച്ചർ എന്താണ്? ഫോർ റെക്കോർഡിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ. സെക്കൻഡ് വൺ, പർച്ചേസ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. സെയിൽസ് ബുക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ റെക്കോർഡിംഗ് ഗുഡ്സ് റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്ന, തിരിച്ചു തരുന്ന ഗുഡ്സ്. പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്, ഈ കമ്പനി സപ്ലൈസിന് റിട്ടേൺ കൊടുക്കുന്നത്, എന്തെങ്കിലും സാധനം മോശമായിട്ടോ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നതാണ് പർച്ചേസ് ബുക്കിൽ എഴുതുക. ബിൽസ് റിസീവബിൾ. റെക്കോർഡിംഗ് ബിൽസ് ഡ്രോൺ ഓൺ കസ്റ്റമേഴ്സ്. ആൻഡ് ബിൽസ് പേയബിൾ ആണെങ്കിൽ അക്സെപ്റ്റഡ് ഇൻ ഫേവർ ഓഫ് സപ്ലയേഴ്സ്. ജേർണൽ പ്രോപ്പർ ഫോർ റെക്കോർഡിംഗ് ഓൾ റിമൈനിങ് ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് വൺ, ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്താണെന്ന് നോക്കാം. വെൻ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ദേ ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ജേർണൽ. ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചാൽ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ലെഡ്ജറിലേക്ക് ഓരോരോ ഹെഡ് തിരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോരോ ഐറ്റം തിരിച്ചിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യുന്നു. ഈച്ച് ലെഡ്ജർ അക്കൗണ്ട് ഈസ് ബാലൻസ്. എന്നിട്ട് എന്ത് ചെയ്യും? ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ അത് ടോട്ടൽ ചെയ്തിടും.
After this, a list of these ledger balance prepared to make sure that posting has been done correctly. എന്നിട്ട് ഈ ലെഡ്ജർ നമ്മൾ എഴുതിയത് ടോട്ടൽ ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ദിസ് ലിസ്റ്റ് ഈസ് കോൾഡ് ട്രയൽ ബാലൻസ്. ആ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. വെൻ ഓൾ ദ എൻട്രീസ് ഓഫ് ദി ജേർണൽ have been posted to journal, it is necessary to test whether the recording work is done accurately and correctly. For this purpose, a statement is prepared by taking balances. A debit balance ഉം credit balance ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. The statement is known as trial balance. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ട്രയൽ ബാലൻസ്. Thus, trial balance is a statement of debit and credit balances extracted from all account of ledger for testing the arithmetical accuracy. The trial balance, debit balance shown in one column and credit balance shown in other column. അത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ടോട്ടലായിട്ടുള്ള ബാലൻസിനെയാണ് ട്രയൽ ബാലൻസ് പറയുന്നത്. ഇനി ഈ ട്രയൽ ബാലൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് ആൻ അക്കൗണ്ട്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു അക്കൗണ്ട് അല്ല. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഓൾ അക്കൗണ്ട് വിച്ച് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ്. ടോട്ടൽ ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് മസ്റ്റ് ബി ഈക്വൽ. നമ്മൾ രണ്ട് സൈഡും ഈക്വൽ ആയിരുന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ എനി ടൈം. യൂഷ്വലി പ്രിപ്പയർഡ് ദ എൻഡ് ഓഫ് ദ എവറി ഇയർ. അതായത് എല്ലാ ഈ വർഷത്തിൻ്റെ അവസാനമാണ് യൂഷ്വലായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ എഴുതിയ അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. Objectives or functions of trial balance: to ensure arithmetical accuracy of book of account, to provide the base for preparing final account. Final accounts prepare ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ട് ഇതിനെ കണക്കാക്കാം. To help in detecting certain error. എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. To serve as an aid to management in decision making. ഡിസിഷൻ മേക്കിങ്ങിന് അവർക്കൊരു സപ്പോർട്ടായിട്ട്, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നഷ്ടത്തിലാണോ പോകുന്നത് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ടു ഹെൽപ്പ് ഇൻ കമ്പാരിസൺ. ഇത് കമ്പയർ ചെയ്യാനായിട്ടും സഹായിക്കുന്നു. അതായത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ കൂടുതൽ, അപ്പോൾ കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഒറ്റ നോട്ടിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു.